ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസീസ് വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രെൻഡിങ് റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇതിൽ നമ്മൾ ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബൺ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ബൺ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.25 കപ്പ് വൈറ്റ് റൈസാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പച്ചരി ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഉള്ളതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ അവിലും വേണം. അപ്പോൾ ഞാൻ ഇവിടെ 1.25 കപ്പിൻ്റെ നേർ പകുതി തേങ്ങയും അതുപോലെ തന്നെ അവിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള വെള്ള അവിലാണ് കേട്ടോ. നമുക്കിനി ഈ അവിലൊന്ന് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഞാനൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് സെയിം അളവിൽ വെള്ളം പ്ലസ് ഒരു 1/4 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. 2 ബാച്ചായിട്ട് അരച്ചാൽ മതി. ഒന്നിച്ചിട്ട് മിക്സിയിൽ പോകുന്നില്ലെങ്കിൽ ഒരു 2 ബാച്ചായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ സെയിം ലെവലാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് പൊങ്ങി വന്നപ്പം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരു 1/4 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ എടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക. ഞാൻ 2 ബാച്ചും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 7 മുതൽ 8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ സാധാ ദോശയൊക്കെ ഇഡ്ഡലിയൊക്കെ അരയ്ക്കുമ്പോൾ വെക്കണ പോലെ തന്നെ ഒരു 7-8 മണിക്കൂർ മാക്സിമം, അതിലേറെ വെക്കരുത്. കാരണം നന്നായിട്ട് പുളിപ്പ് കൂടിപ്പോവും. അപ്പോൾ ഞാനൊരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 1/4 ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പരുവം കിട്ടും. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ആ ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. ഇങ്ങനെ താളിച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ താളിച്ച് ചേർക്കുകയാണ്, ഇതിൽ കറിയൊന്നും ആവശ്യമില്ല. ഇത് ദോശ മാത്രമായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഒരു മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് താളിക്കുന്നതാണോ താളിക്കാതെ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബൺ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു പാന് യൂസ് ചെയ്യരുത്. കുറച്ചൊരു കുഴിയുള്ളത്, ഇപ്പോൾ അപ്പച്ചട്ടി ഇല്ലേ അതുപോലത്തെ ചട്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ യൂസ്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർ ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഒരു 1.5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് പുറംഭാഗം പെട്ടെന്ന് വെന്തിട്ടും ഉണ്ടാവും, ഉള്ളിലാണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് 1.5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പം ചട്ടിയിൽ എണ്ണ ആക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 നോൺ സ്റ്റിക്കിലും അതുപോലെ തന്നെ ഈ ചട്ടിയിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റും. ഇനി മറിച്ചിട്ട് ശേഷം 1 മിനിറ്റോളം വേവിക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രം മറിച്ചിട്ടാൽ മതി കേട്ടോ. കൂടുതൽ ഇങ്ങനെ വീണ്ടും തിരിച്ചും മറിച്ചിട്ട് നിന്നുണ്ടെങ്കിൽ ഇത് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഹാർഡായിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഇത്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതാ, നോൺ സ്റ്റിക്കിലാകുമ്പോൾ നമ്മൾ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് എണ്ണ, അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുറച്ചാക്കി കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ആക്കുന്ന പോലെ തന്നെ ഇതിലും കുറച്ചാക്കി കൊടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന നല്ലൊരു ദോശയാണ് കേട്ടോ. ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുമ്പം ഫുഡ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കും. ഇത് താളിച്ചിടുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ ഇത് പീനട്ട് ചട്നിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പി തന്നെയാണിത്. യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ല റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഏത് കറിയും മാച്ചാവും കേട്ടോ. ഇന്ന കറിയെന്നൊന്നുമില്ല, ഏത് കറിയും മാച്ചാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറിയും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പീനട്ട് ചട്നി സെർവ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.